ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദീപാവലി റെസിപ്പീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് വീണ്ടും വ്യത്യസ്തമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് 7 കപ്പ് ബർഫി അല്ലെങ്കിൽ 7 കപ്പ് കേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് കടലമാവ് 1 കപ്പ്, പഞ്ചസാര 3 കപ്പ്, നെയ്യ് 1 കപ്പ്, പാൽ 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്. അങ്ങനെയാണ് 7 കപ്പ് ടോട്ടലായിട്ട്. അതുകൊണ്ടാണ് ഈ സ്വീറ്റിന് 7 കപ്പ് ബർഫി എന്നുള്ള പേര് വന്നത്. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഒന്നിച്ച് ഇട്ടാൽ മതി. ഒരു പാനിലേക്ക് ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാനാണ് പോകുന്നത്. അതായത് 1 കപ്പ് പാൽ, 1 കപ്പ് കടലമാവ്, 1 കപ്പ് നെയ്യ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 കപ്പ് പഞ്ചസാര. അപ്പോൾ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് കട്ടിയില്ലാതെ നല്ലപോലെ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ട്രേയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ നമുക്ക് നെയ്യ് തടവി വയ്ക്കണമെന്ന്. നമ്മളിതിലാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളത് കുക്ക് ചെയ്ത ശേഷം ഇതിൽ വെച്ച് ഇതുപോലുള്ള ട്രേ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള നമ്മൾ ഊണഴിക്കാനൊക്കെ എടുക്കുന്ന പ്ലേറ്റോ അങ്ങനെയുള്ള വല്ലതും എടുത്താലും മതിയാകും. ഇപ്പോൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നല്ലപോലെ അത് ഒന്ന് തിളച്ച് ഇത് മാവൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന പോലെ വരും. എന്നിട്ട് സൈഡിൽ നിന്നും വിട്ട് വരുന്ന പരുവമാകും. അതാണ് ശരിയായ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ളായിട്ടും വിട്ട് വരുന്ന പരുവമായി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ഉടനെ തന്നെ, ഈ ഇൻഡാലിയം ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇതിന് ചൂട് കൂടുതലാണ്. നമ്മൾ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കല്ല് പോലെ പെട്ടെന്ന് അത് മുറുകിപ്പോകും. അതുകൊണ്ട് ഉടനെ തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ പോലും. അപ്പോൾ അത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഇളം ചൂടുള്ള സമയത്ത് തന്നെ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ആ ട്രേയിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. മുറിച്ചിട്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരു പേപ്പറിലോ വല്ലതും കമഴ്ത്തിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ എല്ലാം തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നായി മുറിച്ചെടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ രുചിയുള്ള 7 കപ്പ് ബർഫി റെഡിയായി. നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അത് നല്ല സോഫ്റ്റായിട്ടുള്ള ബർഫിയാണ് കേട്ടോ. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന വിധത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.